നമ്മുടെ ആശുപത്രികൾ നന്നാക്കാനോ നമ്മുടെ സ്കൂളുകൾ നന്നാക്കാനോ നമ്മുടെ റോഡുകൾ നന്നാക്കാനോ അദാനിയോ അംബാനിയോ വരില്ല. അതേസമയം വിമാനത്താവളം വിൽക്കാനുണ്ടെങ്കിൽ അവർ വരും, പോർട്ടുണ്ടെങ്കിൽ അവർ വരും, റെയിൽപ്പാളം വാടകയ്ക്ക് കിട്ടുമെങ്കിൽ അതിന് വരും. പക്ഷേ ഇതൊന്നും സൃഷ്ടിച്ചെടുക്കാൻ ഇവരെ ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സർക്കാരിനെ കഴിയൂ, നമ്മുടെ മീൻസ് കേരളത്തിൻ്റെ ഒരു സർക്കാരിന് അത് ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ ഇതിനെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആശയത്തിലേക്ക് കിഫ്ബിയെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്തത്? നേരത്തെ തന്നെ കിഫ്ബി നമുക്കുണ്ടല്ലോ, ഈ രൂപത്തിലൊന്നുമല്ലാതെ എങ്ങനെയാണ് ആശയത്തിലേക്ക് വന്നത്? നമ്മൾ കേരളത്തിൽ വലിയ വലിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഒരു കമ്പനി ഉണ്ടാക്കും, ആ കമ്പനി വായ്പ എടുത്ത് പണിയും. വായ്പ എടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈ പദ്ധതി കൊണ്ട് നാളെ വരുമാനം ഉണ്ടാവും, ലാഭത്തിലായിരിക്കും, അപ്പോൾ അതിൽ നിന്ന് തിരിച്ചടക്കാം. ഇതാണ് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കും എല്ലാത്തിനും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ? സ്കൂളിന് വല്ല ആദായം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ? കഴിയില്ല. ആശുപത്രിക്ക് പറ്റുമോ? എന്തിന് നമ്മുടെ റോഡ് പറ്റുമോ? ഏറ്റവും വലിയ ചിലവ് റോഡിനല്ലേ. ടോളുമില്ലല്ലോ. ടോളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ വെച്ച് കേരളത്തെ അങ്ങ് നന്നാക്കാൻ പറ്റില്ല. കുറച്ച് കമ്പനികളൊക്കെ സ്ഥാപിക്കാൻ പറ്റും, ഇത് പറ്റില്ല. അപ്പോൾ പിന്നെന്താ മാർഗം? അപ്പോൾ അതിനൊരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചത്, നമുക്ക് ആനുവിറ്റി പ്രോഗ്രാം. ഇപ്പോൾ റോഡ് പണിയണം, ആ റോഡ് പണിയുമ്പോൾ ഇതിനൊരു 100 കോടി രൂപ ചിലവ് വരുന്നു. അപ്പോൾ ടെൻഡർ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ 20 വർഷം കൊണ്ട് പണം തരത്തുള്ളൂ. അപ്പോൾ അത്രയും കാലത്തെ പലിശയും കൂടി കണക്കാക്കിക്കണം, അത്രയും കാലത്തെ മെയിൻ്റനൻസ് കൂടി കണക്കിലാക്കണം, എത്ര തന്നെ. അപ്പോൾ പല കമ്പനിക്കാരും പറയും ഞങ്ങൾക്ക് 600 കോടി വേണം, ചിലർ 1000 കോടി വേണം, ഏറ്റവും കുറഞ്ഞ ആൾക്ക് കൊടുക്കും. ഇതാണ് ആനുവിറ്റി മോഡൽ എന്ന് പറയുന്നത്. നമ്മളിത് കണക്കെടുത്ത് നോക്കി, ഞാൻ മന്ത്രിയായപ്പോൾ. അപ്പം നോക്കുമ്പോഴേ 15%, 16% ഈ പലിശ അവർ കണക്കെടുത്തിരിക്കുന്നത്. 8%, 9% പലിശക്ക് വായ്പ കിട്ടുമ്പോൾ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഈ ആനുവിറ്റി വിളിക്കാനായിട്ട്. അപ്പം നമ്മൾ മാറ്റിയിട്ട് ഈ കിഫ്ബി എന്ന് പറയുന്നത് അവരോട് പറയണം, ഇത്ര കിലോമീറ്റർ റോഡ്, ഒരു തീരദേശ ഹൈവേ, ഒരു മലയോര ഹൈവേ, കേരളത്തിൽ സ്കൂളുകൾ, കമ്പ്യൂട്ടർ, ആശുപത്രി, ഇത്രയും പണി 50,000 കോടിയുടെ നിങ്ങൾ ചെയ്യണം. ആനുവിറ്റിയായിട്ട് ഞങ്ങൾ മോട്ടോർ വാഹന നികുതിയുടെ പകുതി എല്ലാ വർഷവും തരാം. ആനുവിറ്റി മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പണിതോണം. ഇതൊരു ആനുവിറ്റി മോഡലാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ വായ്പ എടുത്ത് ഇഷ്ടം പോലെ അങ്ങ് ചിലവഴിക്കലല്ല. അപ്പോൾ കിഫ്ബി എന്ത് ചെയ്യണം? അടുത്തൊരു 20 വർഷക്കാലം ഓരോ വർഷവും സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കും. അതിനേക്കാൾ താഴ്ന്നു നിൽക്കണം ഓരോ വർഷവും കോൺട്രാക്ടർമാർക്ക് കൊടുക്കേണ്ട ബില്ലും അവരെടുക്കുന്ന വായ്പയുടെ തിരിച്ചടവും. അതിന് എത്ര പ്രൊജക്റ്റ് എടുക്കാൻ പറ്റുമോ അത്രയും പ്രൊജക്റ്റ് എടുക്കുകയുള്ളൂ. കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് നോക്കും, സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇതും പിന്നെ വല്ല കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ വരുമാനമുള്ളതാണ്, 25% വരുമാനമുള്ളതാണ്. അത് രണ്ടിൽ നിന്നും കിട്ടുന്നതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കും. വരക്കണ്ട, കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. ശരി, ഞങ്ങൾ കുറച്ചുകൂടി പ്രൊജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ കോൺട്രാക്ടർമാർക്കുള്ള ബില്ലിൻ്റെ രേഖ അത് മറ്റേൻ്റെ മുകളിൽ പോവോ? നിർത്തിവെക്കും. ഇല്ല, കൊടുക്കത്തില്ല. അപ്പോഴാണ് ചില MLA-മാർക്കൊക്കെ പ്രയാസം വരുന്നത്, ഞങ്ങളുടെ വൈകി പോകണു എന്നൊക്കെ പറഞ്ഞു. വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടിയാണ്. അതുകൊണ്ട് കേരള സർക്കാരിന് ഒരു കാലത്തും ഈ നിയമം പാസ്സാക്കി എല്ലാവരും കൂടിയല്ലേ നിയമത്തിൽ പറഞ്ഞു കൊടുക്കണ്ട. ഇതൊരു ആനുവിറ്റി മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. അല്ലാതെ ഇഷ്ടം പോലെ വായ്പ എടുക്കുക, ആ വായ്പ എടുക്കാൻ വേണ്ടി വേറെ ആളുടെ നിന്ന് വായ്പ എടുക്കുക, അങ്ങനത്തെ പരിപാടിയല്ലത്. മണി ചെയിൻ ഏർപ്പാടല്ല. കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന പണത്തിനനുസരിച്ച് ഭാവിയിൽ എത്ര കിട്ടും അത് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ചെലവുകളെ കിഫ്ബി ഏറ്റെടുക്കത്തുള്ളൂ. ഇപ്പോൾ കിഫ്ബി ഒരു ആനുവിറ്റി കോൺട്രാക്ടറാണ്. എന്നിട്ട് അവർ മറ്റൊരു വളരെ ലളിതമായിട്ടുള്ളൊരു രീതിയാണ്, മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാത്തവരാണ് അയ്യോ ഭയങ്കര ഭാരം, താങ്ങാൻ പറ്റാത്ത ഭാരം വന്ന് വീഴും, ഇതെല്ലാം തിരിച്ചടക്കാൻ കിഫ്ബി ചെയ്തില്ലെങ്കിൽ സർക്കാർ കൊടുക്കണ്ടേ, CAG പോലും. അവർക്കിത് മനസ്സിലായിട്ടില്ലെന്ന് ഇതിൻ്റെ മോഡൽ എന്താണെന്ന്.
സർക്കാരിന് നിയമത്തിൽ പറഞ്ഞ ബാധ്യതയുടെ അപ്പുറം ബാധ്യത വരില്ലാത്ത രീതിയിലാണ് കിഫ്ബിയുടെ പ്രവർത്തനം.